BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ച ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. ഇതിനായി ചരട് വലിച്ചത് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതനാണെന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. സ്ത്രീകൾ പ്രവേശിച്ച ദിവസം ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കി തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഉന്നത വ്യക്തിയെ കാണാൻ അനുമതി നൽകിയില്ലെന്നുമാണ് A. പത്മകുമാർ വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ വെളിപ്പെടുത്തൽ നടത്തിയെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതിയത് മറ്റാരോ ആണെന്നും അതിൽ ഒപ്പിടാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും പത്മകുമാർ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ തുറന്നു പറച്ചിലുകൾ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും വാർത്തകൾ പരക്കുന്നുണ്ട്. യുവതീ പ്രവേശന കാലത്തെ സംഭവങ്ങളും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പത്മകുമാറിന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ താൻ ആത്മകഥ എഴുതുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് പത്മകുമാർ വ്യക്തമാക്കിയത്. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടനം നടക്കുമ്പോഴായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ പോകുകയായിരുന്നു. അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ ഫോണിൽ ആവശ്യപ്പെട്ടു എന്നാണ് വെളിപ്പെടുത്തൽ. എന്നാൽ പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ അടുത്ത ദിവസമാണ് CPM ജില്ലാ കമ്മിറ്റി ചേരുന്നത്. നടപടി ഒഴിവാക്കാനുള്ള സമർത്ഥ തന്ത്രമാണ് വെളിപ്പെടുത്തൽ എന്നാണ് പാർട്ടിയിലെ പലരും വ്യക്തമാക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.